ഹായ്, നമ്മളൊരു ബീഹാറി ക്യുസൈൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ ലോക്കിയില്ലേ, ബോട്ടിൽ കാർഡ്. അപ്പോൾ ആ ബോട്ടിൽ കാർഡ് കൊണ്ടിട്ട് ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ചെയ്യാം. നമ്മുടെ ബോട്ടിൽ കാർഡിന്റെ തൊലിയൊക്കെ കളഞ്ഞു. തൊലി കളഞ്ഞില്ല, ഇന്നലെ റിഡ്ജ് ഗോഡിന്റെ പറഞ്ഞ പോലെ തന്നെ ഈ തൊലി ഇങ്ങനെ നമുക്ക് ഈ റിഡ്ജ് ഗോഡിന്റെയും ഈ ബോട്ടിൽ കാർഡിന്റെയും തൊലിക്കകത്ത് നല്ല വെള്ളമുണ്ട്. അത് നമുക്ക് തിളപ്പിക്കാം. ഈ രണ്ട് തൊലിയും വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം നമുക്കത് തണുപ്പിച്ച് കുടിക്കുന്നത്. ആ വെള്ളം നല്ല ചൂടുകാലത്ത് നല്ലതാണ് കുടിക്കാനായിട്ട്. നമുക്ക് കറിയിലേക്ക് കിടക്കാം. ഇതിൽ റിഡ്ജ് ഗാർഡിന്റെ കാര്യം പറഞ്ഞ പോലെ അല്ല, ഇതിന്റെ ഈ വെള്ള പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റും കേട്ടോ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ചില ഈ ബോട്ടിൽ ഗാർഡിന് കയ്പായിരിക്കും. അപ്പൊ നമ്മൾ ഈ ബോട്ടിൽ ഗാർഡ് വെച്ചിട്ട് എന്തെങ്കിലും സ്വീറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കയ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ ഉണ്ടാക്കാവുള്ളൂ. അപ്പൊ അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. അപ്പൊ ഇതിന്റെ വൈറ്റ് പോർഷൻ ഒത്തിരി മുറ്റിയതല്ലെങ്കിൽ നമുക്കത് സൂപ്പിലോ അല്ലെങ്കിൽ സാമ്പാറിലോ ഒക്കെ അത് യൂസ് ചെയ്യാം. മുറ്റിയതാണെങ്കിൽ മാത്രം ആ വൈറ്റ് പോർഷൻ സൈഡും കളയേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് പരമാവധി എന്താണ് നമ്മൾ എല്ലാ ഇതിന്റെ പാർട്സ് യൂസ് ചെയ്യാനാണ് നോക്കേണ്ടത്. നമ്മള് എണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കായപ്പൊടി ഇടാൻ പോവാണ്. അതിനുശേഷം ചുവന്ന മുളക് ഇടും. ചുവന്ന മുളക് ഇട്ട ശേഷം നമ്മൾ കദ്ദു അല്ലെങ്കിൽ ബോട്ടിൽ കാർഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കദ്ദു, ബോട്ടിൽ കാർഡ് അല്ലെങ്കിൽ ലോക്കി എന്ന് പറയുന്ന വെജിറ്റബിൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും ഇത്. എന്നാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പൊ നമുക്കിനി പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഓൾറെഡി വെജിറ്റബിളിൽ വെള്ളമുണ്ട്, നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഫൈനൽ ചോപ്ഡായിട്ടുള്ള ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് നമുക്ക് ഏറ്റവും അവസാനം അതും ഇട്ട് കൊടുക്കണം. നമുക്ക് നോക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതുവരെ ഒരു വെള്ളവും അതിനകത്ത് ചേർത്തിട്ടില്ല. ഇനി ഒരു 2 തക്കാളിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ആപ്പാട് ഇട്ടിരിക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. കാര്യമായ മസാലകളൊന്നും ഇല്ലാത്ത ഒരു കിടിലൻ കറിയാണ്. അച്ചി തര ഖുശ്ബു ഒക്കെ നല്ല മണമൊക്കെ വന്നു. അപ്പൊ ഇനി അടുത്തൊരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ് വറുത്ത് പൊടിച്ച്, ഫ്ലാക്സ് സീഡിന്റെ പൊടിയാണിത്. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ കയ്യിൽ വീട്ടിൽ എപ്പോഴും ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ ഉപ്പിന്റെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ ഫ്ലാക്സ് സീഡിന്റെ പൊടി എന്ന് പറയുന്നത്. ഞങ്ങൾ എവറി ടൈം നമ്മൾ ചോറുണ്ണുമ്പോഴും ഫ്ലാക്സ് സീഡിന്റെ പൊടി നന്നായിട്ട് ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ചോറുണ്ണുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നോൺ വെജിറ്റേറിയൻസ് ഒമേഗ ആസിഡ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഒമേഗ 3 ഒക്കെ കിട്ടാൻ വേണ്ടി അവർ ഫിഷ് യൂസ് ചെയ്യും. അപ്പൊ വെജിറ്റേറിയൻസിന് നമുക്ക് ഈ മീൻ ഗുളിക ഒന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഫ്ലാക്സ് സീഡ് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുക. എനിക്ക് പണ്ടൊന്നും ഇതിന്റെ ടേസ്റ്റ്, എനിക്ക് പണ്ടെന്ന് വെച്ചാൽ ഒരു 8 വർഷം 7 വർഷമൊക്കെ മുന്നേ എനിക്കിതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലായിരുന്നു ഈ പൊടിയുടെ. ഞാനത് കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഞാനപ്പം അതുകൊണ്ട് ചോറിന്റെ കൂട്ടത്തിൽ, ചൂട് ചോറിന്റെ കൂട്ടത്തിൽ ഇതിന്റെ പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഒരു കുഴപ്പമുണ്ടാവും. പക്ഷെ നമ്മൾ ഗ്രാജുവലി യൂസ് ചെയ്ത് നമുക്കത് ശീലമായിപ്പോഴും. അപ്പൊ ഈ കറിയിലോട്ട് തന്നെ നമുക്ക് ഫ്ലാക്സ് സീഡ് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ 2-3 പിടി ഫ്ലാക്സ് സീഡ് വറുത്ത് പൊടിച്ച 2-3 പിടി കേട്ടോ പൊടി ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക. നമ്മുടെ ചപ്പാത്തി, വൈറ്റ് റൈസ്, പിന്നെ ഇടിയപ്പം, പിന്നെന്താ പൂരി, ഇതിനൊക്കെ പറ്റിയ ഒരു വൈറ്റ് റൈസിനൊക്കെ പറ്റിയ ഒരു കറിയാണിത് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ അല്ല ഉണ്ടാക്കാൻ, വളരെയധികം ഹെൽത്തിയാണ്. ഈ ചൂടുകാലത്ത് നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇതായിരുന്നു, നമ്മുടെ ബോട്ടിൽ ഗാർഡ് റെസിപ്പി ആയിരുന്നു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, ബൈ.